ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിട്ടില്ല ടേസ്റ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്നാക്സിലേക്ക് ഒരു 1/4 കിലോ ചിക്കനാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലൊന്നുമില്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലൊക്കെ കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഏറ്റവും ചെറുതായിട്ട് സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. എരിവുള്ളതായാലും പ്രശ്നമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ലൈറ്റ് ആയാലും ഡാർക്ക് ആയാലും പ്രശ്നമൊന്നുമില്ല. കൂടെ തന്നെ 1 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെ മിക്സ് ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ചിക്കനിൽ എല്ലാം നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ല പോലെ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണ്ട. ഓയിൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അത് ഫുള്ളായിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൊരിഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കനൊക്കെ വെന്തിട്ട് വരും. പിന്നെ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയിട്ട് ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് ഹാർഡാക്കിയിട്ട് മുരിച്ചെടുക്കണ്ട. ഇതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ മുരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള സവാള കേട്ടോ. ഒരുപാട് വലിയ സവാള എടുക്കണ്ട. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഏറ്റവും ചെറിയ തക്കാളി കുരു കളഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി നന്നായിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ സ്ക്വയറായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ചിക്കൻ തന്നെയാണ്. നല്ല പോലെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വാടിയിട്ട് കിട്ടിയാൽ മതിയാകും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റ് തന്നെ മതിയാകും. ഈ ഒരു ക്യാപ്സിക്കും ഒക്കെ ഒന്ന് വാടിയിട്ട് കിട്ടിയാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പിസ്സ സോസാണ് ചേർക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതിയാകും. കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് പിസ്സ സോസ് ചേർക്കുമ്പോഴാണ്. രണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ കയ്യിൽ ഏതാണുള്ളത് അത് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തവി വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. 5-6 ടേബിൾ സ്പൂണ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് തിക്നെസ്സിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നുമില്ലാതെ ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് അങ്ങ് മിക്സ് ആക്കി എടുത്താലും മതി. ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂണ് മറ്റൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റണത്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ലൂസായിട്ടാണ്. ഇതുപോലെ ലൂസായിട്ടാണ് വേണ്ടത്. ഇതവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഐസിൻ്റെ സ്റ്റിക്കും കൂടെ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഐസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഈ ഒരു സ്നാക്സിലേക്ക് കുറച്ച് മതിയാകും. കൂടുതലായിട്ടൊന്നും വേണ്ട.
പിന്നെ രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻ അങ്ങ് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 ബ്രെഡും ഒരേ അളവിൽ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 എണ്ണം ഒരുമിച്ചോ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേതിന് മുകളിൽ വെച്ചിട്ട് കട്ടാക്കി എടുത്താലും മതി. പിന്നെ ഇതിൻ്റെ സൈഡ് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് വേണ്ടിയിട്ട് തന്നെ ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് മിക്സിന് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതായ രീതിയിൽ 2 എണ്ണം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ 4 ബ്രെഡ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് കുറച്ച് തിക്കായിട്ടുള്ള ആ ഒരു മൈദൻ്റെ പേസ്റ്റിലേക്ക് ഇതുപോലത്തെ ഐസിൻ്റെ സ്റ്റിക്ക് ഒന്ന് മുക്കി കൊടുക്കുക. അത് ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു 1/4 പോർഷൻ വരുന്ന രീതിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് കോണായിട്ടാണ് കേട്ടോ ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മൈദ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഒന്ന് വിട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ ബ്രെഡും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് ഇതുപോലെ ബ്രെഡിൻ്റെ നടുവിലേക്കായിട്ട് 2-3 ടീസ്പൂൺ വെച്ച് കൊടുക്കുക. കുറച്ച് അധികം തന്നെ ഫില്ലിങ് വെക്കണം. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് കുറച്ച് ചീസും കൂടെ ആവശ്യമുണ്ട്. മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് അധികം തന്നെ ചീസ് വെച്ച് കൊടുക്കുക. ഇനി മറ്റേ ബ്രെഡിലും ഇതേപോലെ തന്നെ ഫില്ലിങ് 2-3 ടീസ്പൂൺ വെക്കുക. കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ മറ്റേ 2 സൈസ് ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിലൂടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദൻ്റെ പേസ്റ്റ് ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മൈദൻ്റെ പേസ്റ്റ് ആക്കുന്നത്. ഇത് ഈ ഒരു ഫില്ലിങ്ങിന് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ബ്രെഡ് പൊട്ടി പോവാതെ നോക്കണം. ഇതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മൈദ പേസ്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ അങ്ങനെ ഒട്ടിയിട്ട് വന്നോളും. ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് വെച്ചിട്ട് കുറച്ച് അധികം തന്നെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. ഞാനൊരു 6 എണ്ണത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം മൈദ ലൂസാക്കി എടുത്തുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നല്ല പോലെ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഡബിൾ കോട്ടിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതാ ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി എല്ലതും ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ടെടുക്കാം. 6 സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഓയിൽ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോന്നും ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. കാരണം ഉള്ളിലൊക്കെ വെന്ത് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് കുക്ക് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ 2 സൈഡൊന്നും മുരിച്ചെടുത്താൽ മതി. ഫസ്റ്റിലെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ഒട്ടും എണ്ണ കുടിക്കില്ല. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഇതേ രീതിയിൽ തന്നെ പൊരിച്ചിട്ടെടുക്കാം. പാർട്ടികളിലൊക്കെ സ്റ്റാർ ആവാൻ ഈ ഒരു സ്നാക്സ് മാത്രം മതി. കാണാനും അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചീസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്